بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട ചില ഉത്ബോധനങ്ങളാണ് ഈ മിമ്പറിൽ നമ്മൾ ഒരു ഖുതുബയായി ശ്രവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യദീനിൽ നിർബന്ധ കർമ്മങ്ങളെയും ഐച്ഛികമായ കർമ്മങ്ങളെയും നിയമമാക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർബന്ധമായ ഇബാദത്തുകൾക്ക് അതേ വകുപ്പിൽപ്പെട്ട ഐച്ഛിക കർമ്മങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നിർബന്ധ കർമ്മങ്ങൾക്ക് അതേ വകുപ്പിൽപ്പെട്ട ഐച്ഛിക കർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയത് കാണാൻ സാധിക്കും. അത് നിർബന്ധ കർമ്മങ്ങളുടെ മുമ്പും നിർബന്ധ കർമ്മങ്ങളുടെ ശേഷവും നിയമമാക്കിയത് കാണാൻ സാധിക്കും. ഇപ്പം നമസ്കാരം 5 വഖ്ത് ഫർദ് നമസ്കാരങ്ങൾ, അതിൻ്റെ മുന്നോടിയായി ഐച്ഛിക നമസ്കാരങ്ങളുണ്ട്. അവയ്ക്ക് ശേഷവും ഐച്ഛികമായ നമസ്കാരങ്ങളുണ്ട്, ചില നമസ്കാരങ്ങൾ ഒഴിച്ച്.
ഫജറിന് ശേഷം ഐച്ഛിക നമസ്കാരമല്ല. അതേസമയം എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുന്നോടിയായി റവാത്തിബ് സുന്നത്തുകളായും അതല്ലാത്തതായ സുന്നത്തുകളായും ഐച്ഛികമായ നമസ്കാരങ്ങളെ നിശ്ചയിച്ചത് കാണുവാൻ സാധിക്കും. ഇതേപോലെയാണ് നോമ്പിൻ്റെയും അവസ്ഥ. വിശുദ്ധ റമദാൻ മാസം നമ്മളിൽ നിന്ന് വെളിപാട് അകലെയാണ്. വിശുദ്ധ അതിഥിയായ വിശുദ്ധ റമദാൻ നിർബന്ധമായ നോമ്പിൻ്റെ മാസമാണ്. ആ മാസത്തെ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഐച്ഛികമായ കർമ്മങ്ങൾ, നോമ്പ് ശഅബാനിൽ നിശ്ചയിക്കുകയാണ്. ശഅബാൻ മാസത്തിൻ്റെ സവിശേഷതകളിൽ, പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത അതാണ്. ശഅബാനിൽ ഐച്ഛിക നോമ്പുകൾ കൂടുതലാണ് എന്നുള്ളത്. ഇമാം അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞതുപോലെ അത് റമദാൻ മാസത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന പോലെയാണ്, ഒരു ആമുഖം എന്ന പോലെയാണ് ശഅബാനിലെ നോമ്പ്. ചിലർ റമദാനിൽ മാത്രം അള്ളാഹുവിനെ അറിയുകയും റമദാൻ അല്ലാത്ത ഇതര മാസങ്ങളിൽ അള്ളാഹുവിനെ അറിയാത്തതുപോലെയുമാണ്. റമദാനിൽ നോമ്പെടുക്കുവാൻ, കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സജീവ താല്പര്യം കാണിക്കുന്ന മനുഷ്യർ റമദാൻ അല്ലാത്ത ഇതര മാസങ്ങളിൽ അവർ ഇബാദത്തിൽ വിമുഖരും വേണ്ടത്ര താല്പര്യമില്ലാത്തവരുമാണ്. പക്ഷെ ശഅബാനിൽ അള്ളാഹു ഐച്ഛിക നോമ്പിനെ നിശ്ചയിച്ചു. ഇതര മാസങ്ങളിൽ പല ഐച്ഛിക നോമ്പുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഇതറിയിക്കുന്നത് എന്താണ്? റമദാനിലെ റബ്ബ് തന്നെയാണ് റമദാൻ അല്ലാത്ത മാസങ്ങളിലെയും റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ റമദാനിൽ ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചതുപോലെ ഇതര മാസങ്ങളിലും ആരാധനാ കർമ്മങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ നോമ്പെടുക്കുമായിരുന്നു എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിലുള്ളത്. അവർ പറയുകയാണ്, മാ റഅയ്തു ഇസ്തക്മല ഷഹ്റൻ ഖത്ത് ഇല്ലാ റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായി റമദാനിലല്ലാതെ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റമദാൻ മാസം മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുക്കുമായിരുന്നു. വമാ റഅയ്തുഹു അക്സറ സൗമൻ മിൻ ഫീ ശഅബാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ നോമ്പെടുത്തിരുന്നത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് അത് ശഅബാനിലായിരുന്നു. ഏറെക്കുറെ മാസം മുഴുവൻ ശഅബാനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുക്കാറുണ്ട് എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. എന്തിനാണത്? അതിൽ പണ്ഡിതന്മാർ പല യുക്തിയും പല പൊരുളുകളും അറിയിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിൽ നോമ്പെടുക്കുവാൻ, അതിൽ സജീവമായ നീയത്തിൽ സത്യസന്ധതയിൽ നോമ്പനുഷ്ഠിക്കുവാൻ ഒരു ചവിട്ടുപടി എന്ന പോലെയാണ്, അതിലേക്കുള്ള ഒരു പ്രവേശനം എന്ന പോലെയാണ് ശഅബാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളതാണ്. ചിലർ ശഅബാനും റമദാനൊക്കെ അവർക്ക് തുല്യമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. നമ്മളുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നമ്മളുടെ മാർഗങ്ങളെ നാം തരപ്പെടുത്തും, ഒരുക്കുകയും എളുപ്പമാക്കുകയും അവർക്ക് ഉദവി നൽകുകയും ചെയ്യും. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാർമ്മികത, റമദാനിൽ അവർക്കുണ്ടാകേണ്ട ആത്മീയമായ സജീവത, അത് യഥാവിധം നിലനിർത്തുവാൻ അവർ ശഅബാനിലെ ഒരുങ്ങുകയും തയ്യാറാവുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ
ഷഅബാനും റമദാനും ഒക്കെ ഒരേപോലെ വിലയില്ലാത്തവർ, അവരുടെ വിഷയത്തിൽ നമ്മൾ കേട്ട വചനം വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദ കദാലിക നുസർരിഫുൽ ആയാത്ത് ലിഖൗമി യഷ്കുറൂൻ. നല്ല ഭൂമി, ആ നല്ല ഭൂമി തൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാൽ, അനുമതിയാൽ അതിൽ നല്ല സസ്യലതാദികളെ മുളപ്പിക്കും. അൽബലദു ത്വയ്യിബ് യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ് ലാ യഖ്റുജു ഇല്ലാ നകിദ. വൃത്തികെട്ടതിടം അത് നല്ലതിനെ മുളപ്പിക്കൂല, നല്ലതിനെ പുറത്തെടുക്കുകയില്ല. കദാലിക് നുസർരിഫുൽ ആയാത്തി ലിഖൗമി യഷ്കുറൂൻ. നന്ദി കാണിക്കുന്ന ജനതയ്ക്ക് ഇപ്രകാരമാണ് നാം വചനങ്ങളെ വിവരിക്കുന്നത്, വ്യക്തമാക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പോൾ അവിടെ നല്ലതാണ് ഒരു മനുഷ്യൻ്റെ പ്രകൃതമെങ്കിൽ അവനിൽ നിന്ന് നല്ലതാണ് കിളിർക്കുകയും വളരുകയും ചെയ്യുക. ഒരു മനുഷ്യൻ്റെ പ്രകൃതി അത് ദുഷിപ്പാണ് എങ്കിൽ ആ ദുഷിപ്പിൽ നിന്ന് ദുഷിപ്പെ പുറത്തു വരികയും നിർഗളിക്കുകയും ചെയ്യുള്ളൂ. അവർക്ക് ഷഅബാനും അവർക്ക് റമദാനും, നാട്ടുകാർ പറയും വലിയൊരുനാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്ന പടിഞ്ഞാട്ട് കുമ്പിടാത്തവൻ, അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് അത്തരക്കാർ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൽപ്രവൃത്തികളിലേക്ക് മാടി വിളിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യണം. ഒരു റമദാൻ അതിനെ സ്വീകരിക്കുവാൻ, ആ സ്വീകരണം യഥാവിധമാകുവാൻ ഷഅബാനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷണിക്കുകയും അതിന് വേണ്ടതായ കർമ്മങ്ങളെ നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുകയാണ്. എന്തു വേണം? ഒരു വിശ്വാസി റബ്ബിൻ്റെ മുന്നിൽ അവൻ സത്യസന്ധനായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലുള്ള സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതുപോലെ അത് ഏറ്റവും മഹത്തായ കാര്യമാണ്. നമ്മളുടെ പുറവും നമ്മുടെ വാചാലതയും നമ്മുടെ ഉപരിപ്ലവഭാവവും അതാണ് ലോകരുടെ ലിസ്റ്റിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപരിയിൽ നിന്ന് നോക്കുന്നതും അവൻ്റെ നിരീക്ഷണവും അത് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കാണ്, ഖൽബിനകത്തേക്കാണ്. റബ്ബിന് മുന്നിൽ സത്യസന്ധനാവുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ തൗഫീഖും ഉദവിയും ആർക്കാണ് അള്ളാഹു അരുളിയത്? അവർക്കല്ലാതെ സാധ്യമല്ല. അവർ ഈ ദുനിയാവിൻ്റെ പരപ്പിൽ തുലോം കുറവാണ് താൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മുമ്പിൽ സത്യസന്ധനായാൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും സത്യസന്ധമായ അവൻ്റെ നിയ്യത്ത് അത് അള്ളാഹുവിങ്കൽ ഖബൂലാണ്. അതിനാൽ അവനെ തേടി അള്ളാഹുവിൻ്റെ അനുഗ്രഹ വർഷം അരുളപ്പെടുകയാണ്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനു മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കണം. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളോടൊപ്പം ആവുകയും ചെയ്യണം എന്നാണ്. സാദിഖ് എന്ന് പറഞ്ഞാൽ സിദ്ഖുള്ളവൻ. സിദ്ഖുള്ളവരോടൊപ്പം, സിദ്ഖുള്ളവരിൽ നമ്മൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? സൂറത്ത് തൗബയിൽ അള്ളാഹു ഈ ആയത്തിന് ശേഷം ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ മാ കാന ലി അഹ്ലിൽ മദീനതി വമൻ ഹൗലഹും മിനൽ അഅറാബി അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹ് വലാ യർഗബു ബിഅൻഫുസിഹിം അൻ നഫ്സിഹി ذلك بأنهم لم يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يطؤون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب الله لهم به عمل صالح
ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ വലാ യുൻഫിഖൂന നഫഖതൻ സഗീറതൻ വലാ കബീറതൻ വലാ യഖ്തഊന വാദിയൻ ഇല്ലാ കുതിബ ലഹും ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ കാനൂ യഅമലൂൻ. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളെ അവതരിപ്പിക്കുന്നത് തബൂക്ക് യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ്. തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമ തങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ട ഒരു പട്ടിണിയുടെ കാലഘട്ടം. തബൂക്ക് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് വിദൂരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലയളവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പങ്കെടുത്ത ഏറ്റവും ദൂരത്തിൽ മദീനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യുദ്ധഭൂമിയാണ് തബൂക്ക്. അവിടേക്കുള്ള യാത്ര ദുഷ്കരം, കാലാവസ്ഥ അതികഠിനമായ ചൂട്, ചുട്ടുപഴുത്ത മണൽ പറമ്പിനെ കീറിമുറിച്ച് മുസ്ലിം സൈന്യം മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുമ്പോൾ അവർക്ക് വിഭവങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് ദാഹജലം അവർക്ക് ഇല്ലാത്തതിനാൽ അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ അറുത്ത് ആ ഒട്ടകത്തിൻ്റെ വയറ്റിനകത്തുള്ള അല്ലെങ്കിൽ പൂഞ്ഞയിലുള്ള വെള്ളം വരെ പിഴിഞ്ഞ് അതുവരെ കുടിക്കേണ്ടി വന്നിരുന്നു സഹാബത്തിന് റളിയല്ലാഹു അൻഹു. വളരെ കഷ്ടപ്പെട്ടാണ് ആ സൈന്യം തബൂക്കിലേക്ക് യാത്ര തിരിച്ചത്. ഈ സമയം സ്വാർത്ഥത കാണിച്ച് സ്വന്തത്തിന് പ്രാമുഖ്യവും പ്രഭാവവും കൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഗണിച്ച് ഒരു വിഭാഗം അവർക്ക് കഴിവുണ്ട്, അവർക്ക് ശേഷിയുണ്ട്, പക്ഷേ അവർ മദീനയിൽ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത്. അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നത് എന്താ? മാ കാന ലി അഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹും മിനൽ അഅറാബ് അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹ് വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി. മദീനയിലുള്ളവർക്കാകട്ടെ മദീനക്ക് ചുറ്റുമുള്ള അറാബികൾക്കാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തബൂക്കിലേക്ക് വിട്ട് മദീനയിൽ തങ്ങുക എന്നുള്ളത് അവർക്ക് യോജിച്ചതല്ല, പറ്റിയ പരിപാടിയല്ല. വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി. സ്വന്തത്തിൻ്റെ സംരക്ഷണ വിഷയത്തിൽ താല്പര്യം കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഗണിക്കുക എന്നുള്ളതും അവർക്ക് പാടുള്ളതല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാലിക ബിഅന്നഹും ലാ യുസീബുഹും ദമഉ വലാ നസബുൻ വലാ മഖ്മസത്തുൻ ഫീ സബീലില്ലാഹ്. കാരണം എന്താ? അല്ലാഹു പറയാണ്, അവർക്ക് വന്നു ഭവിക്കുന്ന ക്ഷീണമാകട്ടെ, ദാഹമാകട്ടെ, വിശപ്പ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വിശപ്പാകട്ടെ, അതേപോലെ വലാ യതഊന മൗതിയ യഗീദുൽ കുഫാർ, അവിശ്വാസികളെ രോഷപ്പെടുന്ന ഒരു സ്ഥലത്ത് അവർ കാലുകുത്തുകയാണ് എങ്കിൽ ആ കാലുകുത്തൽ, വലാ യനാലൂന മിൻ അദുവിൻ നൈല, ശത്രുവിനെ ഏൽപ്പിക്കുന്നതായ ഒരു പരാജയം, ഇതിലൊക്കെ ഇല്ലാ കതബല്ലാഹു ലഹും ബിഹി അമലുൻ സാലിഹ്, അള്ളാഹു അവർക്ക് ഒരു സൽപ്രവൃത്തി രേഖപ്പെടുത്തുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ന് പറഞ്ഞാൽ പലരും മദീനയിൽ പിന്തി അകാരണമായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷയത്തിൽ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയും ഉണർത്തുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സത്യവാന്മാരോടൊപ്പം നിങ്ങൾ നിലയുറപ്പിക്കണം. മദീനയിൽ പിന്തി നിന്ന കപടന്മാരെ പോലെ, അല്ലെങ്കിൽ മദീനയുടെ ചുറ്റുഭാഗങ്ങൾ താമസിക്കുന്ന പരുഷ ഹൃദയങ്ങളുള്ള അറാബികളെ പോലെ നിങ്ങൾ ആവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അള്ളാഹിനോട് സത്യസന്ധത പുലർത്തിയവരെന്താ ചെയ്തത്? അവരുടെ ഇല്ലായ്മയിൽ വല്ലായ്മയിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പുറപ്പെടുകയാണ് ചെയ്തത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകുമ്പോൾ പലർക്കും വാഹനമല്ല, പലർക്കും യാത്രക്കുള്ള പാതയം വരെ ഇല്ലാതെയാണ് അവർ പോകുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്, ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ വലാ യുൻഫിഖൂന നഫഖതൻ സഗീറതൻ വലാ കബീറതൻ വലാ യഖ്തഊന വാദിയൻ ഇല്ലാ കുതിബ ലഹും. ചെറുതാകട്ടെ വലുതാകട്ടെ അവർ ചെലവഴിക്കുന്നുവെങ്കിൽ, അവർ ഒരു താഴ്വാരം യുദ്ധഭൂമിയിലേക്ക് മുറിച്ച് സഞ്ചരിക്കുന്നുവെങ്കിൽ, കടന്നു പോകുന്നുവെങ്കിൽ അതിനവർക്ക് പ്രതിഫലം രേഖപ്പെടുത്താതിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരുടെ പ്രതിഫലം അവർക്ക് ഉറച്ചു എന്ന് അല്ലാഹു ആ വിശ്വാസികളെക്കുറിച്ച് പറയണം. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്.
അവർ രോഗികളാണ്. ചിലർക്ക് സഞ്ചരിക്കുവാനുള്ള വാഹനമല്ല, ചിലർ ബ്ലൈൻഡ് അന്ധന്മാരാണ്, അവർക്ക് പോകാൻ കഴിയില്ല, വാഹനമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ കൊണ്ടുപോകാനുള്ള വകുപ്പ് റസൂലുള്ളാഹിൻ്റെ കയ്യിലുമില്ല. അപ്പോൾ അവർ തിരിച്ചു പോവുകയാണ്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഹകരിക്കാൻ, കൂടെ പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് അവരുടെ പ്രയാസം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിലേക്കാണ് നോക്കിയത്, പിന്തി നിന്നവരുടെ മനസ്സിലേക്കാണ് നോക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മനസ്സെന്ത് മന്ത്രിക്കുന്നു, മനസ്സിൽ എന്താണ് അവരുടെ നിയ്യത്ത്, ഉദ്ദേശം, ഇതിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒഴിവ് കഴിവിനാൽ പിന്തിയവർ അവരെ അനുമോദിച്ച്, അവരെ ആശംസിച്ച്, അവരുടെ സത്യസന്ധത തെളിയിച്ച് അള്ളാഹു അവൻ്റെ ആയത്തുകൾ അവതീർണമാക്കി. പിന്തി നിന്ന കവടന്മാർ അവരാര് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ചു. അവരുടെ ഉള്ളുകള്ളി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങളിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. അള്ളാഹുവിന് നേരെയുള്ള മനുഷ്യന്മാരുടെ നിലപാട് അത് സത്യസന്ധമായിരിക്കണം. അള്ളാഹുവിനോടുള്ള സത്യസന്ധത അത് യഥാവിധമല്ലെങ്കിൽ, മനുഷ്യന്മാരുടെ നിയ്യത്തും ഉദ്ദേശവും കളങ്ക പൂർണ്ണവുമാണ് എങ്കിൽ ആ മനുഷ്യൻ നന്നേ പരാജിതനാണ്. അവൻ്റെ ഫ്യൂച്ചർ ദയനീയമാണ്. സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മറ്റു റിവായത്ത് ചെയ്യുന്ന ഹദീസ് നമ്മൾ കേട്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഒരാൾ സത്യസന്ധമായി ഷഹാദത്ത് അള്ളാഹുവിനോട് തേടിയാൽ, മൻ ത്വലബ ഷഹാദത മിനല്ലാഹ് സാദിഖൻ ഫീഹ്, സത്യസന്ധനായി ഒരാൾ അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം തേടിയാൽ, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ വലൗ മാത അലാ ഫിറാശിഹി, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷികളുടെ പദവികളിൽ ഉയർത്തിയെത്തിക്കും, അവൻ അവൻ്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി എന്നാണ്. ഒരാൾ അള്ളാഹുവിനോട് സത്യസന്ധമായിട്ട് എനിക്ക് രക്തസാക്ഷിത്വം വേണം എന്നുള്ളത് ദുആ ചെയ്താൽ, രക്തസാക്ഷികൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നത പദവികളാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉന്നത പദവികളിൽ ഈ ആത്മാർത്ഥമായി സത്യസന്ധമായി അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം തേടിയവനെ അള്ളാഹു എത്തിക്കും, അവൻ അവൻ്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി എന്നാണ്. ഇവിടെ എങ്ങനെയാണ് ഷഹീദല്ലാത്ത ഒരു മനുഷ്യൻ, വിരിപ്പിൽ കടന്ന ഒരു മനുഷ്യൻ ശുഹദാക്കൾക്ക് പറയപ്പെട്ട സ്വർഗീയ ഉന്നതങ്ങളെ അനന്തരെടുത്തത്, നേടിയെടുത്തത്? അവൻ്റെ സത്യസന്ധത കൊണ്ടാണ്. അവൻ്റെ ഖൽബിലെ നിയ്യത്ത് അത് കൃത്യമാണ്, അത് ശരിയാണ്, അതിൽ കളങ്കല്ല, കാപ്പട്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നത് ഈ സത്യസന്ധമായ നിയ്യത്താണ്. അതെന്തോ അതിനനുസരിച്ചിരിക്കും അവനുള്ളത് എന്നുള്ളതാണ്. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ്, അതൊരു അറാബിയുടെ കഥയാണ്. ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഒരു ചരിത്ര സംഭവം. അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുവാനും അനുഗമിക്കുവാനും അയാൾ തീർച്ചപ്പെടുത്തി. എവിടേക്കാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകണം അവിടേക്കൊക്കെ അദ്ദേഹം ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. ഹിജ്റയുടെ 7-ാം വർഷമാണ്. ഈ അറാബി ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് അനുഗമിക്കാമെന്നുള്ളതിൽ ബൈഅത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ ഉടനെയാണ് ചരിത്ര പ്രസിദ്ധമായ ഖൈബർ യുദ്ധം. മദീനയിൽ നിന്ന് 100 ചില്ലാനം കിലോമീറ്റർ അകലെ ഖൈബർ, അതും മരിപ്പറമ്പിൻ്റെ വഴിയിലാണ്. ഖൈബർ ബനൂ നദീർ ജൂതന്മാരുടെ പാലായന ഭൂമിയാണ്. പണ്ടേ ജൂതന്മാർ കുടിയേറി പാർത്ത സ്ഥലമാണ്. മദീനയിൽ നിന്നും ബനൂ നദീറിന് റസൂൽ നാട് കടത്തിയത് ഖൈബറിലേക്കാണ്. ജൂത കോട്ടകളാണ് അവിടെയുള്ളത്, ഖൈബറിലെ ഓരോ കുന്നിന് മുകളിലായിട്ട്. ഈ ഖൈബർ വിജയിച്ചടക്കുവാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയിൽ ഈ അറാബി വരികയാണ്. അറാബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം വന്നു. അങ്ങനെ യോദ്ധാക്കളുടെ യാത്രാമൃഗങ്ങളെ നോക്കുന്ന ഡ്യൂട്ടിയായിരുന്നു യുദ്ധഭൂമിയിൽ ഈ ആറാബിക്ക്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അയാൾ നേരിട്ട് സംബന്ധിച്ചില്ല. പിന്നെയോ യോദ്ധാക്കളുടെ ഒട്ടകങ്ങളെയും മറ്റൊക്കെ നോക്കുന്ന ജോലി അയാൾക്ക് ഏൽപ്പിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾ ജൂത കോട്ടകൾ പിടിച്ചെടുക്കുകയാണ്. ഓരോ കോട്ടകൾ എന്ന നിലക്കാണ് പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു കോട്ട മുസ്ലിമീങ്ങൾ ജൂതരോട് ഉപരോധം നടത്തി ജിഹാദ് നടത്തി പിടിച്ചടക്കിയപ്പോൾ അതിലെ യുദ്ധാർജിത സ്വത്ത് വന്നു. ആ യുദ്ധാർജിത സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വത്ത് വീതം വെക്കുകയാണ്. അപ്പോൾ യോദ്ധാക്കൾക്ക് അത് വീതം വെച്ചു. ഒരു വിഹിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്നെടുത്ത് ഈ ആറാബിക്ക് കൊടുത്തയച്ച്. അങ്ങനെ ആറാബിയുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനെത്തി ഈ യുദ്ധാർജിത സ്വത്തിൽ അയാളുടെ വിഹിതം ആറാബിയുടെ അടുക്കൽ നൽകിയപ്പോൾ ആറാബി ചോദിക്കുന്നത് ഇതെന്താണ് എന്ന്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വീതിച്ചു തന്ന ഗനീമത്ത് സ്വത്താണ്, യുദ്ധാർജിത സ്വത്താണ്. ആറാബി അത് വാങ്ങി തിരുസവിധത്തിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു, മാലിഹാദ, ഇതെന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വീതിച്ചു തന്ന യുദ്ധാർജിത സ്വത്താണ്. അപ്പോൾ അയാൾ പറയാണ്, മാലിഹാദ ബയാഅതുക്, ഈ സ്വത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടി യുദ്ധാർജിത സ്വത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്തിട്ടില്ല. പിന്നെയോ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെ അനുഗമിച്ച് ജിഹാദിൽ പങ്കെടുത്ത് ശത്രുക്കളോട് പോരാടി ശത്രുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു അമ്പ് എൻ്റെ കഴുത്തിൽ തറച്ച് എനിക്ക് ഷഹീദാകണം, ഞാൻ അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. ആ യുദ്ധാർജിത സ്വത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചേൽപ്പിച്ചതിന് ശേഷം മുസ്ലിമീങ്ങൾ അടുത്ത കോട്ട വിജയിച്ചടക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ പിന്നീട് ആറാബി ഈ മുസ്ലിമീങ്ങളോടൊത്ത് യുദ്ധമുഖത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അടുത്ത കോട്ടയും മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും വല്ല പ്രയാസവും അഥവാ ആരെങ്കിലും ഷഹീദായിട്ടുണ്ടോ, വധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സഹാബികൾ പറയുകയാണ്, ഒരു ആറാബി വധിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആറാബിയെ കൊണ്ടുവരൂ. അപ്പോൾ ആ ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. അയാളുടെ കഴുത്തിൽ ഒരമ്പേറ്റിട്ടാണ് അയാൾ ഷഹീദായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആറാബിയെ നോക്കിയിട്ട് അഹു വഹു, നമ്മുടെ ആറാബിയാണോ ഇത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അതെ, അദ്ദേഹമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സദഖല്ലാഹ് ഫസദഖഹു, അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയ വ്യക്തിയാണ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ സത്യം തെളിയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സത്യസന്ധത പുലർത്തി. അദ്ദേഹത്തിൻ്റെ വാക്കാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടത്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞത്. ഖൽബന്ത് അത് അല യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അറിയുക. അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയും അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ നിയ്യത്തും അത് സത്യസന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണോ അഭിലഷിച്ചത്, ആഗ്രഹിച്ചത്, അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഷഹീദായി. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭൗതിക ശരീരം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഷഹീദിനെ തൻ്റെ ഖമീസ് അഴിച്ച് ആ ഖമീസിലാണ് കഫൻ ചെയ്യുന്നത്. ഒരൊറ്റ വസ്ത്രത്തിൽ ജനാസ മറമാടാം എന്നതിന് പണ്ഡിതന്മാർ ഈ സംഭവമാണ് തെളിവായിട്ട് ഉദ്ധരിക്കാറ്. അഹ്കാമുൽ ജനായിസ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ഒരു വസ്ത്രത്തിലും ഒരു പുരുഷനെ കഫൻ ചെയ്യാം ഇത്തരം സന്ദർഭങ്ങളിൽ എന്ന് ഈ സംഭവത്തിലൂടെ ഉണർത്തുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ ഖമീസൂരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജനാസയെ ധരിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഖബറിൽ ഇറങ്ങി നിന്ന് ആ ജനാസയെ ഏറ്റുവാങ്ങി ഖബറിലേക്ക് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഈ വ്യക്തി നിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ട വ്യക്തിയാണ്, അതിന് ഞാൻ സാക്ഷിയാണ്. ഇദ്ദേഹത്തെ നീ
പ്രീതിപ്പെടണമേ എന്ന് ദുആ ചെയ്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പരലോകയാത്രയാക്കുന്നത്. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നമ്മളുടെ മനസ്സിൻ്റെ തീരുമാനവും മനസ്സിൻ്റെ ഉദ്ദേശവും നമ്മളുടെ അകത്തളങ്ങളിൽ നമ്മുടെ നിയ്യത്തുമാണ്. അത് അള്ളാഹുവിനോട് നമ്മുടേത് സത്യസന്ധമാണ് എങ്കിൽ, യഥാവിധമാണ് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹ കടാക്ഷങ്ങൾ അത് നമ്മെ നോക്കിയാണ്. അതില്ല എങ്കിൽ നമ്മൾ ദുനിയാവിൽ പരാജിതരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ രൂപങ്ങളിലേക്കോ നമ്മുടെ ഉപരിപ്ലവ ഭാവങ്ങളിലേക്കോ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽഭകങ്ങളിലേക്കാണ്. അത് നമ്മുടേത് സത്യസന്ധമാണ് എങ്കിൽ അതാണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യം. അതിനനുസരിച്ചാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹ വർഷവും ആശീർവാദവും. ഇത് നമ്മൾ ശരിക്ക് അറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഷഅബാൻ മാസത്തിൽ നമ്മൾ അള്ളാഹുവിനോടുള്ള കരാറിൽ, അള്ളാഹുവിനോടുള്ളതായ ഉദ്ദേശങ്ങളിൽ നമ്മൾ സത്യസന്ധരാണ് എങ്കിൽ നമ്മളുടെ സത്യസന്ധതയ്ക്ക് ഫലം അത് ഷഅബാനിലും അതിനപ്പുറം റമദാനിലും നമ്മൾ കാണുക തന്നെ ചെയ്യും എന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് കേട്ടതായ ഉണർത്തൽ, ഉത്ബോധനം. ഷഅബാൻ മാസത്തിൻ്റെ മറ്റൊരു സവിശേഷത അതറിയിക്കുന്ന ഒരു ഹദീസ് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്, സഹിഹായി ഉദ്ധരിക്കപ്പെട്ടത് നമ്മൾ ശ്രവിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉസാമ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഷഅബാനിലാണല്ലോ. ലം അറക തസൂമു കമാ തസൂം ഫി ഷഅബാൻ. ഷഅബാനിൽ ഐച്ഛിക നോമ്പുകൾ പ്പിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക ഷഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റമദാൻ വറജബ് ബൈന റജബിൻ വറമദാൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തുകൊണ്ട് ഷഅബാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന ഉസാമയുടെ ചോദ്യത്തിന് തിരുനബിയുടെ മറുപടി, ഷഅബാൻ മാസം അത് റമദാനിൻ്റെയും റജബിൻ്റെയും ഇടയിലാണ്. ആ മാസത്തൊട്ട് ആളുകൾ ചിലപ്പോൾ മറവിയിലാണ്, ആളുകൾ അതിനെ വിസ്മരിക്കുന്നൊരവസ്ഥയാണുള്ളത്. റജബ് ആളുകൾ ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? റജബ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെ അറബികൾ റജബിന് അതിൻ്റേതായ ഗൗരവം ജാഹിലിയത്തിൽ തന്നെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് റജബ് മുദർ, റജബിന് 10-14 പേരുകളാണ് അറബികൾക്ക്. ആ റജബ് മാസമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില കർമ്മങ്ങൾ, ചില പ്രത്യേക ബലികൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇമാം ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും, ലാ അതീറത ഫി റജബ്, ലാ അതീറത വലാ ഫർഅ ഫി റജബ് എന്ന് കാണാൻ സാധിക്കും. റജബ് മാസത്തിൽ ഫർഅ ഇല്ല, റജബ് മാസത്തിൽ അതീറത്തില്ല എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ റജബിൽ അവർ ചെയ്തിരുന്നതായ ചില ബലിയും ചില ആരാധനകളായിരുന്നു. ഇസ്ലാം അതൊക്കെ എന്ത് ചെയ്തു? ഉടച്ചു വാർക്കുകയും ഇസ്ലാം അന്നത്തെ പല അന്ധവിശ്വാസങ്ങളെയും അതില്ലാതാക്കുകയും ചെയ്തു. ഏതായാലും റജബ് മാസം അറബികൾ പരിഗണിച്ചിരുന്ന മാസമായിരുന്നു. റജബിന് അവർ ചില പ്രത്യേകതകൾ കൽപ്പിച്ചിരുന്നു, പ്രത്യേകിച്ച് അറബികളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട മുദർ ഗോത്രം. അതേപോലെ റമദാനും ശ്രദ്ധേയമായ മാസമാണ്, റമദാനിനെ പരിഗണിക്കുന്ന മാസമാണ്. ഏതായാലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവർ മുഖ്യമായിട്ട് പരിഗണിക്കും. അവരുടെ പണ്ടത്തെ പതിവ് അനുസരിച്ച് അവർ റജബിനെയും പരിഗണിക്കും. പക്ഷേ ഇസ്ലാം വിലക്കിയ കർമ്മങ്ങൾ അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ വിട്ടുനിൽക്കും. പക്ഷേ എന്നാലും യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടൊരു മാസമെന്ന നിലക്ക് റജബിന് പ്രത്യേകത ഉണ്ട്. അതിനിടയിലാണ് ഷഅബാനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ അശ്രദ്ധയിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷഅബാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീനായ അല്ലാഹു അമലുകളെ തന്നിലേക്ക് ഉയർത്തും. ഒരു നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലിൽ അള്ളാഹു അവനിലേക്ക് ഉയർത്തണം എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു. അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം. അപ്പോൾ റമദാൻ മാസത്തിൽ അള്ളാഹു അടിമകളുടെ അമലുകളെ, ഷഅബാൻ മാസത്തിൽ അള്ളാഹു അടിമകളുടെ അമലുകളെ തന്നിലേക്ക് ഉയർത്തുന്ന മാസമാണ്. നോമ്പുകാരായിരിക്കെ അമലുകൾ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ, ഇഷ്ടപ്പെടുത്തിയ ഒരു വിഷയമാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ മാസവുമായി ബന്ധപ്പെട്ട് ഉണർത്തിയ മറ്റൊരു വിഷയം.
ഇവിടെ നമ്മൾ ഷഅബാനിൽ ഐച്ഛികമായ നോമ്പെടുക്കുന്നത് അതിനെ വർദ്ധിപ്പിക്കുന്നത് ഉത്തമമാണെന്ന് മനസ്സിലാക്കുന്നു. അതിൽ അടങ്ങിയ പൊരുളെന്ത് എന്ന് ഈ ഉസാമയുടെ ഹദീസിൽ നിന്ന് അറിയുകയും ചെയ്യുന്നു. അവസരങ്ങൾ അള്ളാഹു നമുക്കേകി, ആയുസ്സും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു, ആരോഗ്യം അള്ളാഹു നമുക്ക് അരുളി. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മുഖവിലക്കെടുത്ത് അവന് നന്ദി കാണിക്കുന്ന സ്ഥിതിവിശേഷം നമുക്കുണ്ടാകണം. റമദാൻ മാസം പുണ്യങ്ങളുടെ മാസമാണ്. ആ പുണ്യങ്ങളുടെ മാസങ്ങളിൽ നമ്മളൊക്കെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഷഅബാനിലും അത് കഴിഞ്ഞിട്ടുള്ള റമദാനിലും അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തിലാണുള്ളത്. ഖതീബ് ഉണർത്തിയതുപോലെ പല നിഅമത്തുകളും നമ്മൾ അനുഭവിക്കുന്നത്, നിഷേധിക്കപ്പെട്ട പല ജനവിഭാഗങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അവർക്കും ഒരു ധന്യമായ റമദാൻ അതിനെ സ്വീകരിക്കുവാൻ സഹായങ്ങൾ ആവശ്യമാണ്, വിഭവങ്ങളും വകുപ്പുകളും ആവശ്യമാണ്. നമ്മൾ ഈ മുസ്ലിം ഉമ്മത്തിലെ സാധുക്കൾ, അനാഥകൾ, അഗതികൾ, വിധവകൾ തുടങ്ങി അവരുടെ ധന്യാവസ്ഥയ്ക്ക് വേണ്ടി, ധന്യമായ ഒരു റമദാൻ അവരും സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മളാലാകുന്ന സഹായങ്ങളെ കനിയണം എന്നാണ് ഖതീബ് നമ്മളെ ഈ മിമ്പറിൽ വെച്ച് ഉപദേശിക്കുകയും ഉണർത്തുകയും ചെയ്തത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖ് അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കരിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. നമ്മളുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ ഏറ്റുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഈ ദുനിയാവിലും റബ്ബിൻ്റെ ആഖിറത്തിലും കൺകുളിർമയേറ്റി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.